മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈസ്റ്ററിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈ വർഷം ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന പ്രതീക്ഷയെക്കുറിച്ചും ഈസ്റ്റർ ദിനം നമുക്ക് നൽകുന്ന സന്തോഷത്തെക്കുറിച്ചും നമുക്ക് കുറച്ചു നേരം ധ്യാനിക്കാം. പ്രതീക്ഷയുടെ തിരുനാളാണ് ഉത്ഥിതനായ കർത്താവിൻ്റെ ഈ തിരുനാൾ. നമുക്ക് പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രതീക്ഷയില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ പ്രകൃതിയിൽ വേനൽക്കാലം നമ്മുടെ ഈ നാട്ടിൽ എല്ലാ കർഷകരും ചെയ്യുന്ന ഒരു കാര്യമാണ്. വേനൽക്കാലത്ത് ഭൂമി വീണ്ടും വിളവെടുക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ സസ്യ മരങ്ങൾ അതുപോലെ മറ്റു കാര്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി അതിനായിട്ട് ഭൂമി ഒരുക്കുന്ന കർഷകരെ നമ്മൾ എവിടെയും കണ്ടുമുട്ടാറുണ്ട്. അവർ എല്ലാം കൂട്ടിയിട്ട് കത്തിക്കും, ഭൂമി നന്നായിട്ട് ഒരുക്കും. നമ്മൾ ആ പ്രദേശം കണ്ടാൽ പിന്നെ അവിടെ എന്താണോ കർഷകൻ നടുന്നത് അത് മാത്രമേ അവിടെ വളരുകയുള്ളൂ എന്ന് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കും. എന്നാൽ കർഷകൻ അറിയുന്നു, അതുപോലെ പ്രകൃതി നമ്മളോട് പറയുന്നു, നീ എത്രമാത്രം ഈ സ്ഥലമൊരുക്കിയാലും പ്രകൃതിയിൽ ഒരു നിയമമുണ്ട്, ഇവിടെ പുതുജീവൻ പൊട്ടിമുളയ്ക്കും. കർഷകൻ അവിടെ ധാരാളമായിട്ട് വിത്ത് പാകുന്നു. എന്നാൽ വിത്ത് മാത്രമല്ല മുളച്ചു പൊന്തുക. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. അവിടെ കർഷകൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് വിളകളും വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുതന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ദൈവം വളർത്തുന്നു, ദൈവം പരിപോഷിപ്പിക്കുന്നു, ദൈവം പുതുജീവൻ നൽകുന്നു. ഇതാണ് ഉത്ഥാനത്തിൻ്റെ സന്ദേശം. നമുക്കെല്ലാവർക്കും പുതുജീവൻ നൽകുവാൻ ഉത്ഥിതനായ കർത്താവ് നമ്മെ ഈ ദിവസം പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഒരു കാര്യം ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത്, അവനിവിടെ ഇല്ല. ഉത്ഥിതനായ കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എവിടെയാണ് കർത്താവ്? ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന സ്ഥലത്താണ് കർത്താവുള്ളത്. എന്നാൽ കർത്താവിലുണ്ടായിരുന്ന സ്വഭാവം ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവ് ഉത്ഥിതനായി നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയുക. അവൻ ഇവിടെ ജീവിക്കുന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് സുവിശേഷം നമ്മളോട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉത്ഥിതൻ ജീവിക്കുന്നുണ്ടോ എന്നതാണ്. ദൈവാത്മാവ് നമ്മിൽ ജീവിക്കുന്നു എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഉത്ഥിതൻ നമ്മിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഉത്ഥിതൻ്റെ സ്വഭാവം, ആ കർത്താവിൻ്റെ സഹനശീലം, ആ കർത്താവിൻ്റെ പ്രത്യാശ, നാളെക്കുറിച്ചുള്ള ആ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ഒരു ജീവിതം, ഇത് നമുക്ക് നയിക്കാൻ സാധിക്കട്ടെ. അതിനായിട്ട് ഈ ഉത്ഥിതൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ നമുക്കെല്ലാവർക്കും പ്രതീക്ഷയുള്ളവരായി മാറാം, പ്രത്യാശയുള്ളവരായി മാറാം. നാളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാം. എല്ലാം തകർക്കപ്പെടുമ്പോഴും ഉത്ഥിതനായ ഒരു കർത്താവ് നമ്മളോട് പറയുന്നു, നമുക്കും ഉത്ഥാനമുണ്ട്, നമുക്കും പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുടെ ഈ ദിവസത്തിൽ എല്ലാവർക്കും ഈ നല്ല ദിവസത്തിൻ്റെ, ഈ നല്ല തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ഉത്ഥിതനായ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.